ലോകാരോഗ്യ സംഘടനയുടെ ആഹ്വാനപ്രകാരം മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കൂടുതലായി കാണുന്ന 10 ക്യാൻസറുകളുടെ കണക്കെടുക്കുമ്പോൾ ഓറൽ ക്യാൻസർ അതിൽ ഉൾപ്പെടുന്നു. എന്താണ് ഓറൽ ക്യാൻസർ അല്ലെങ്കിൽ വായിലെ അർബുദം? വായിലെ കോശങ്ങളുടെ അമിതവും അനിയന്ത്രിതവുമായ വളർച്ചയാണ് ഓറൽ ക്യാൻസർ. മറ്റു ശരീരത്തിലെ ക്യാൻസറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രാരംഭ ദശയിലെ ഓറൽ ക്യാൻസർ നിർണ്ണയിക്കപ്പെട്ടാൽ ഒരു പരിധിവരെ 100% വരെ ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു രോഗമാണ് ഓറൽ ക്യാൻസർ. പല കാരണങ്ങൾ കൊണ്ട് ഓറൽ ക്യാൻസർ വരാം. അതിലെ പ്രധാന വില്ലൻ പുകയില ജന്യ വസ്തുക്കളുടെ ഉപയോഗം തന്നെയാണ്. പുകയിലയും മദ്യപാനവും അതുപോലെ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷനും വൈറ്റമിൻ എ ഡെഫിഷ്യൻസിയും കൂർത്ത പല്ലുകളുടെ നിരന്തരമായ ഉരസലുകളും ഓറൽ ക്യാൻസറിലേക്ക് നയിച്ചേക്കാം. പ്രാരംഭ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ വെള്ളപ്പാടുകളോ ചുവന്ന പാടുകളോ ആകാം. വായിൽ അല്ലെങ്കിൽ നാക്കിൻ്റെ അരികിൽ, ചുണ്ടിൽ, കവിളിൽ, അണ്ണാക്കിലൊക്കെ ഉണങ്ങാത്ത മുറിവുകളോ തടിപ്പുകളോ മുറിവോടുകൂടിയ മുഴകളോ കണ്ടാൽ അല്ലെങ്കിൽ ചുവന്ന പാടുകൾ കണ്ടാൽ ഒരു വിദഗ്ധ ദന്ത ഡോക്ടറെ കാണേണ്ട ആവശ്യകത വളരെയേറെയാണ്. പലപ്പോഴും നമ്മൾ ദന്ത ചികിത്സ അല്ലെങ്കിൽ രോഗനിർണയത്തിൽ വരുന്ന കാലതാമസമാണ് അല്ലെങ്കിൽ അവഗണനയാണ് രോഗമൂർച്ഛയ്ക്കും അതുപോലെ രോഗം മറ്റു ശരീര അവയവങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും കാരണമാകുന്നത്. ഇന്ന് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ, ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ പത്തോളജി അസോസിയേഷൻ, അതുപോലെ ഓറൽ മെഡിസിൻ, ഓറൽ സർജറി അസോസിയേഷനുകൾ, അതുപോലെ മറ്റു സന്നദ്ധ സംഘടനകൾ സമൂഹത്തിൽ ഓറൽ ക്യാൻസർ സ്ക്രീനിങ് ക്യാമ്പ് അല്ലെങ്കിൽ നിർണയ ക്യാമ്പുകൾ നടത്തുകയും ബോധവൽക്കരണം നടത്തുകയും ചെയ്യുന്നു. പണ്ടൊക്കെ 40-50 വയസ്സുകളിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന ഓറൽ ക്യാൻസർ ഇന്ന് ചെറുപ്പക്കാരിൽ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ ഈ പുകയിലജന്യ വസ്തുക്കളുടെ ദുരുപയോഗം കാരണം കാണപ്പെടുന്നു. തീർച്ചയായിട്ടും വിദഗ്ധ ഡോക്ടറെ കണ്ട് പ്രാരംഭ ദശയിൽ രോഗം നിർണ്ണയിക്കുകയാണെങ്കിൽ വിദഗ്ധ ക്ലിനിക്കൽ ടെസ്റ്റുകളിലൂടെ, ബയോപ്സി പോലുള്ള നിർണായക ടെസ്റ്റുകളിലൂടെ ഓറൽ ക്യാൻസർ കണ്ടെത്തുകയും പ്രാരംഭ ദശയിൽ തന്നെ വേണ്ട ചികിത്സയും നേടേണ്ടത് അത്യാവശ്യമാണ്. ചികിത്സാ രീതിയാണെങ്കിൽ സർജറിയും, വേണ്ടി വന്നാൽ കീമോതെറാപ്പിയും റേഡിയോ തെറാപ്പിയും ഇന്ന് പല ഡെന്റൽ കോളേജുകൾ, ആശുപത്രികളിൽ ലഭ്യമാണ്. നമുക്കൊരുമിച്ച് ഓറൽ ക്യാൻസറിന് എഗെയിൻസ്റ്റ് ബോധവൽക്കരിക്കുകയും പുകയിലജന്യവും വസ്തുക്കളും പുകയില വിരുദ്ധ ക്യാമ്പയിനുകളും നടത്തുകയും അത് ഉപേക്ഷിക്കുകയും ചെയ്ത് ഓറൽ ക്യാൻസർ നിർമ്മാർജ്ജന യജ്ഞത്തിന് ഒരുമിച്ച് പ്രയത്നിക്കും. താങ്ക് യു. നമസ്കാരം. പുകയിലയുടെ ദുരുപയോഗം മൂലമുണ്ടാകുന്ന വായിലെ ക്യാൻസർ രോഗികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു വരികയാണ്. പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു രോഗാവസ്ഥ തന്നെയാണ് വായിലെ അർബുദം. പക്ഷെ വളരെ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് വേണ്ട രീതിയിലുള്ള ചികിത്സ ചെയ്യണമെന്ന് മാത്രം. എങ്ങനെയാണ് നമ്മൾ വായിലെ ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കുന്നത്? ശരീരത്തിലെ മറ്റു അർബുദങ്ങൾ, മറ്റു അവയവങ്ങളെ ബാധിക്കുന്ന അർബുദങ്ങൾ രോഗലക്ഷണങ്ങൾ വളരെ വൈകിയേ നാം അറിയാറുള്ളൂ. എന്നാൽ വായയുടെ കാര്യം അങ്ങനെയല്ല. വായ നമുക്ക് എല്ലാവർക്കും തന്നെ കാണാൻ പറ്റുന്ന ഒരു ഭാഗമായതുകൊണ്ട് തന്നെ അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഒരു ക്യാൻസർ ആവുന്നതിന് മുമ്പ് തന്നെ, ഒരു പ്രീ ക്യാൻസർ സ്റ്റേജിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഒരു വെള്ളപ്പാടോ അല്ലെങ്കിൽ ഒരു ചുവന്ന പാടോ ആയിരിക്കും സാധാരണയായി ഈ മാറ്റങ്ങൾ കാണപ്പെടുന്നത്. സെൽഫ് മൗത്ത് എക്സാമിനേഷൻ അല്ലെങ്കിൽ സ്വയം വായ പരിശോധിക്കുന്ന രീതി സ്വായത്തമാക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഈ ഒരു ക്യാൻസർ വായിൽ ഉണ്ടാവുന്നത് നമുക്ക് തടയാൻ സാധിക്കുന്നതാണ്. ഇതിന് വലിയ എക്യുപ്മെന്റ്സ് ഒന്നും ആവശ്യമില്ല. ഒരു കണ്ണാടി മാത്രം മതി. ഒരു കണ്ണാടിയുടെ ഉപയോഗത്തോടെ നമ്മുടെ വായയുടെ ഉൾഭാഗം മുഴുവനായും പൂർണ്ണമായും വിശദമായി നോക്കേണ്ടതാണ്. വിശദമായി എന്തെങ്കിലും കളർ ചേഞ്ചസോ അല്ലെങ്കിൽ ഒരു ടെക്സ്ചർ ചേഞ്ചോ ഉണ്ടോ എന്ന് വിശദമായി പരിശോധിക്കേണ്ടതാണ്. നമ്മുടെ നാക്കിലാണ് സാധാരണ ക്യാൻസർ കോമൺ ആയിട്ട് കാണുന്നത്. ഇപ്പൊ നാക്കിന്റെ ഇരുവശങ്ങളും നാക്കിന്റെ അടിഭാഗവും അതോടൊപ്പം തന്നെ കവിളിന്റെ ഉൾഭാഗം, മൂണ, നാക്ക് തുടങ്ങിയ ഭാഗങ്ങളും കൃത്യമായി പരിശോധിക്കേണ്ടതാണ്. ഈ ഒരു പ്രൊസീജിയർ, ഈ ഒരു എക്സാമിനേഷൻ
3 മാസത്തിലൊരിക്കലോ 6 മാസത്തിലൊരിക്കലോ ചെയ്യുകയാണെങ്കിൽ അത് വളരെയധികം ഒരു ക്യാൻസർ ഡെവലപ്മെന്റ് തടയാൻ നമ്മെ സഹായിക്കുന്നതാണ്. വല്ല വ്യത്യാസമോ കാണുകയാണെങ്കിൽ ഒരു ഡെന്റൽ സർജനിന്റെ വിദഗ്ധ ഉപദേശം തേടി അത് ക്യാൻസർ അല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം. പുകയിലയുടെ ദൂഷ്യ ഫലങ്ങളെ പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട ഒരു ദിനമായിട്ടാണ് ഇത് ആചരിക്കുന്നത്. പല ആളുകളിലും നമ്മൾ കാണുന്നുണ്ട്, ദിവസേന വരുന്ന രോഗികളിലും അല്ലാത്തവരിലൊക്കെ ഏറ്റവും കുറച്ച് പുകയില ഉപയോഗിച്ച ആളുകൾക്ക് വരെ വളരെ ഗുരുതരമായ രോഗങ്ങൾ ഒന്ന് കാണും പല രീതിയിൽ. പ്രത്യേകിച്ച് വായയിലാണല്ലോ ഈ പുകയില ഉപയോഗങ്ങൾ കൂടുതലായിട്ട് വരുന്നത്. അപ്പം അത് പുകയായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്, ചവയ്ക്കുന്ന പുകയില ഉപയോഗിക്കുന്നവരുണ്ട്, മൂക്കിൽ പൊടി ആയിട്ട് ഉപയോഗിക്കുന്ന പുകയിലയുണ്ട്, ചുണ്ടിൻ്റെ ഉള്ളിലും കവിളിൻ്റെ ഉള്ളിലും നാവിൻ്റെ അടിയിലുമായിട്ട് വയ്ക്കുന്ന തരം പുകയില ഉൽപ്പന്നങ്ങളുണ്ട്. ഏത് രീതിയിൽ പുകയില ഉപയോഗിച്ചാലും അത് ദോഷമാണ്, അത് അപകടമാണ്, അതൊരു വിഷയിലയാണ്. അത് ഉപയോഗിക്കരുത്, ഉപേക്ഷിക്കാം. മോണരോഗങ്ങൾ കൂടുതലായിട്ട് പടരാനും മോണയിലുള്ള പല്ലിനെ താങ്ങി നിർത്തുന്ന കോശങ്ങളെയും എല്ലിനെയും ഇത് നശിപ്പിക്കാനും ദ്രവിപ്പിക്കാനും പുകയില കൂടുതൽ ആക്കം കൂട്ടുന്നു. വായിലുള്ള മോണരോഗങ്ങളെയോ അല്ലെങ്കിൽ മറ്റ് ദന്തരോഗങ്ങളെ ചികിത്സിക്കുമ്പോൾ ചികിത്സയോടുള്ള പ്രതികരണം കുറയുന്നു പുകയില ഉപയോഗിക്കുന്ന ആളുകളിൽ. പല രോഗികളെയും നമ്മൾ ചികിത്സിക്കുന്നു, നമ്മൾ എക്സാമിൻ ചെയ്യുന്നു ഡോക്ടേഴ്സ്, നമ്മൾ കാണാറുണ്ട്, പലരെയും നമ്മൾ കാണാറുണ്ട്. രോഗികൾക്ക് അത് മനസ്സിലാവുന്നില്ല. അവരുടെ ചുണ്ടിൻ്റെ ഉള്ളിലോ കവിളിലോ നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ വേറെ പല കാരണങ്ങൾക്ക് വേണ്ടിയായിരിക്കും നമ്മൾ നോക്കും. അപ്പൊ നമ്മൾ ഇങ്ങനെ കാണുന്ന ഒരു തഴമ്പ് വീണ പോലെ വെള്ള കളറിൽ കട്ടി കൂടിയ വെണ്ട് കിടക്കുന്ന ഒരു സ്ഥലങ്ങളായി മാറുന്നു ഈ പുകയില വെക്കുന്ന സ്ഥലം. കാരണം ഈ വെക്കുന്ന പുകയിലയുടെ ഒക്കെ ചില്ല് പൊടിച്ചിട്ടൊക്കെ ചേർക്കുന്നു എന്നാണ് പറയുന്നത്. അതൊക്കെ ഈ വായിലുള്ള തൊലിയെ ഇങ്ങനെ ഉരച്ചൊരച്ച് അതിൽ കൂടെ പുകയില അബ്സോർബ് ചെയ്യാനുള്ള ഒരു ഉപാധിയായിട്ടാണ് ഈ ചില്ലൊക്കെ പൊടിച്ച് ചേർക്കുന്നത്. അതുകൊണ്ട് അത് ക്യാൻസറിലേക്ക് ഡെഫിനറ്റ് ആയിട്ട് ആ ഉപയോഗിക്കുന്ന ആള് വഴുതി വീഴുക. കഴിയുന്നതും ഇങ്ങനത്തെ ബോധവൽക്കരണ രീതികളിൽ, വീഡിയോകളിൽ, ക്ലാസ്സുകളിൽ വായിക്കാനുള്ള മെറ്റീരിയലൊക്കെ ഉണ്ടാവുമ്പോൾ അത് ആളുകൾ അത് സ്വീകരിച്ച് പുകയില ഉപയോഗത്തിൽ കഴിയുന്നതും നിർത്തുക. നല്ലൊരു ജീവിതത്തിലേക്ക്, നല്ല ആരോഗ്യമുള്ള ജീവിതത്തിലേക്ക് വരാനും മറ്റുള്ളവരെ പുകയില ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മളെ പോലെയുള്ള ഹെൽത്ത് കെയർ വർക്കേഴ്സ്, ഡെന്റിസ്റ്റുമാര്, ഡോക്ടർമാര്, എല്ലാവർക്കും ഇതിൽ വലിയ റോളുണ്ട്. പുകയില വിരുദ്ധ ദിനമായ മെയ് 31 ഇതിനു വേണ്ടി ലോക ആരോഗ്യ സംഘടനയും നമ്മളെ ഡോക്ടർമാരുടെ അസോസിയേഷനുകളും എല്ലാ സംഘടനകളും ഒക്കെ ഇതിനു വേണ്ടി അത് ഉപയോഗിക്കുന്നു. പുകയില ഉപേക്ഷിക്കട്ടെ, ആളുകൾ നല്ല ജീവിത മാർഗങ്ങളിലേക്ക് വരട്ടെ. താങ്ക് യു. നമസ്കാരം. പുകവലിക്കുന്നവരുടെ വായിൽ കാണുന്ന മെലനോസിസ് അഥവാ സ്മോക്കേഴ്സ് മെലനോസിസ് എന്നത് പുകയിലെ പ്രകോപനം കാരണം ടിഷ്യൂവിൽ ഉണ്ടാകുന്ന നിറവ്യത്യാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് സ്ത്രീകളിലാണ് കൂടുതൽ കണ്ടുവരാറുള്ളത്. 5% മുതൽ 22% വരെ സ്മോക്കേഴ്സ് മെലനോസിസ് കണ്ടുവരാറുണ്ട്. പുകവലിക്കുന്നത് കൂടുന്നതിനനുസരിച്ച് ടിഷ്യൂവിലുണ്ടാകുന്ന നിറത്തിൻ്റെ കടുപ്പവും കൂടുന്നു. ഇതിന് പ്രത്യേക ചികിത്സയില്ല. എന്നാലും പുകവലി നിർത്തുകയാണെങ്കിൽ 6 മാസം മുതൽ 36 മാസത്തിനുള്ളിൽ തന്നെ ടിഷ്യൂവിൻ്റെ നിറം സാധാരണഗതിയിലേക്ക് വരുന്നതായി കാണാറുണ്ട്. നിക്കോട്ടിനിക് സ്റ്റോമറ്റൈറ്റിസ് എന്ന അവസ്ഥയിൽ വായിലെ അണ്ണാക്കിൻ്റെ പിങ്ക് നിറത്തിനു പകരം വെളുത്ത നിറമായി കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ്. കൂടാതെ അണ്ണാക്കിൽ ഉടനീളം നടുഭാഗം ചുവന്നതായ നിരവധി ചെറിയ ഉയർന്ന കലകൾ കാണപ്പെടാറുമുണ്ട്. പുകയില ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള ചൂടിനോടുള്ള പ്രതികരണമായിട്ടാണ് ഇങ്ങനെ ഉയർന്ന ഭാഗങ്ങൾ സംഭവിക്കുന്നത്. ഇത് ഉമിനീര് ഗ്രന്ഥികളാണ് ഇങ്ങനെ ചുവന്ന ഭാഗങ്ങളായി പൊന്തി